ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. നമ്മൾ ഉംറയ്ക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഉംറയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് സ്ട്രോബെറി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ്. കാരണം ഇനി ഞങ്ങൾ വരുമ്പോഴേക്കും ഇത് കേട് വന്നു പോകും. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിലാക്കിയിട്ട് വെക്കുകയാണ്. അപ്പം ഇത് മാത്രമേ അങ്ങനെ കേട് വരുന്നതായിട്ടുണ്ടായിരുന്നുള്ളൂ. എപ്പോഴത്തെയും പോലെ തന്നെ ഫസ്റ്റ് മോളുടെ ഡ്രസ്സും കാര്യങ്ങളാണ് പാക്ക് ചെയ്യുക. അപ്പം നമ്മളൊരു 1 വീക്കിനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ടായിരുന്നു. കാരണം നമുക്ക് അവിടുന്ന് വാഷ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. അപ്പം എത്ര ദിവസത്തിനാണ് പോകുന്നത് അത്രയും ഡ്രസ്സ് തന്നെ വേണം. പിന്നെ കുട്ടികളെ കൂടെ പോകുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ച് ഡ്രസ്സും വേണം. ഞാൻ മോളുടെ അത്യാവശ്യം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പോട്ടി സീറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതൊരു ഫോൾഡബിൾ പോട്ടി സീറ്റാട്ടോ. ഇത് 2 വയസ്സിന് മുകളിൽ വരുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൊണ്ട് നടക്കാൻ പറ്റിയൊരു പോട്ടി സീറ്റാട്ടോ. കാരണം ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ നമുക്ക് പോട്ടി സീറ്റ് ഇല്ലാതെ നമുക്ക് ടോയ്ലറ്റിൽ എത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഇത് നമ്മൾ സാധാ പോട്ടി സീറ്റ് യൂസ് ചെയ്യുന്ന പോലെ നമ്മളുടെ സീറ്റിൻ്റെ കവറിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് കുട്ടികൾ അതിൻ്റെ മേലെ ഇരുത്തുകയാണ് ചെയ്യുക. അപ്പം ഇത് നല്ല കുഷ്യൻഡായിട്ട് വരുന്ന സീറ്റാട്ടോ. അപ്പം കുട്ടികൾക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ബാഗിലൊക്കെ എടുത്ത് വെക്കാൻ പറ്റും. നമുക്ക് നമ്മളുടെ ഹാൻഡ് ബാഗിലായാലും നമ്മുടെ ലഗേജിലായാലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു ടൈപ്പാണ്. ഇതിൻ്റെ കൂടെ ഒരു വാഷബിൾ കവറും വരുന്നുണ്ട്. ആ കവറൊക്കെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ഇനി പോട്ടി സീറ്റ് ആയാലും നമുക്ക് കഴുകി എടുക്കാനൊക്കെ പറ്റുന്നൊരു ടൈപ്പാണ്. അപ്പം ഞാൻ എപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും എടുക്കുന്ന ഒരു സാധനം കേട്ടോ അത്. കാരണം ഇതില്ലാതെ എന്തായാലും മോൾക്ക് പറ്റില്ല. അപ്പം ഇത് എനിക്ക് തോന്നി നിങ്ങൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അത് ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിക്കുന്നത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ഞാൻ അവളുടെ ക്രീം, ലോഷൻ, പിന്നെ ബോഡി വാഷ്, എണ്ണ ഇതൊക്കെ പാക്ക് ചെയ്യാൻ പോകാം കേട്ടോ. ഒരു 1 വീക്കിനായതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണമല്ലോ. അപ്പം ഞാനിങ്ങനത്തെ ചെറിയ ബോട്ടിൽസിലാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കാരണം വലിയ ബോട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്പേസ് നമ്മളെ ലഗേജിൽ അത് എടുക്കും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ബോട്ടിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും സുഖമാണ്, അത്ര സ്പേസും എടുക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് സെറ്റായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പല ടൈപ്പ് ബോട്ടിലുണ്ടാവും ഇതിൽ. സ്പ്രേ ബോട്ടിലായിട്ടും നമുക്ക് പമ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിലായിട്ടും അങ്ങനെ പല ടൈപ്പിൽ ബോട്ടിലുണ്ടാവും. അപ്പോൾ ആ ഒരു സ്കിൻ ഫ്രഷ്നർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഹെയറിലും സ്കിന്നിലൊക്കെ അടിച്ചു കൊടുത്താൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പ്രേ ആണ്. പിന്നെ മോൾക്ക് എണ്ണ ഞാൻ ഈ ഒരു ഹാപ്പി ഗ്രോവിൻ്റെ ഈ ഒരു എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ആട്ടോ യൂസ് ചെയ്യുന്നത്. അവൾക്ക് ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ എക്സ്ട്രാ വെർജിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു ബ്രാൻഡായിട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ഓയിലാണ്. അപ്പോൾ ബോട്ടിൽസൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു സിപ്പ് ലോക്കിൻ്റെ ബാഗിൽ തന്നെ അത് തിരിച്ച് വെക്കുകയാണ്. പിന്നെ ആ ഒരു ബോട്ടിലിന് ഒരു സ്റ്റോപ്പറും വരുന്നുണ്ട് കേട്ടോ. കാരണം അതിങ്ങനെ പമ്പ് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് തന്നെ അത് എവിടെയെങ്കിലും പ്രസ് ചെയ്താൽ ചിലപ്പോൾ അത് ലീക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റോപ്പറും വരുന്നുണ്ട്. മോളുടെ ഡയപ്പർ ക്രീമും കൂടി ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഒരൊറ്റ അടിക്ക് തന്നെ നമുക്കെല്ലാം കിട്ടും ചെയ്യും.
കണ്ടോ, ഇങ്ങനെ പാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പേസ് മതി നമ്മുടെ ലഗേജിലൊക്കെ. മറ്റേത് ഫുൾ ബോട്ടിൽ നമ്മൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് അത് തന്നെ എടുക്കും. പിന്നെ നമുക്ക് മെയിൻ അത്യാവശ്യമുള്ളതാണ് കുട്ടികളുടെ മരുന്ന്, പനിക്കുള്ളതും ജലദോഷത്തിനുള്ളതൊക്കെ. അപ്പോൾ അതും ഒന്ന് കരുതി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലോങ് ആയിട്ട് തന്നെ പോകുന്നതുകൊണ്ട് തന്നെ ഡയപ്പേഴ്സ് നമുക്ക് അത്യാവശ്യം വേണം. അപ്പോൾ അതും കുറച്ചധികം തന്നെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മോളുടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ, ഒരുവിധം എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം. ഇതൊരു നിസ്കാരക്കുപ്പായ കേട്ടോ, നമ്മുടെ ഫുള്ള് വരുന്ന എല്ലാം ജോയിൻ്റ് ആയിട്ട് വരുന്ന നിസ്കാരക്കുപ്പായ ഉണ്ടല്ലോ, അപ്പോൾ അതാണ്. പിന്നെ അബായാസ്, അതിൻ്റെ കൂടെ ഷോള്, അതെല്ലാം പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. പിന്നെ സോക്സ് വേണം. അപ്പോൾ സോക്സ് വാങ്ങിക്കുമ്പം ഞാനിങ്ങനെ അടിയിൽ ഗ്രിപ്പ് വരുന്ന സോക്സ് ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് പള്ളിയിലൊക്കെ നടക്കുമ്പം നമ്മൾ ചിലപ്പോൾ സാധാ സോക്സ് ഇടുമ്പോൾ നമ്മൾ സ്ലിപ്പായി പോകും. അപ്പോൾ അതിനിങ്ങനെ അടിയിൽ ഗ്രിപ്പ് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പള്ളിയിൽ ചെരുപ്പൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ, അപ്പം ഇങ്ങനത്തെ സോക്സ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഒരു ഹാൻഡ് സ്ലീവ് എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അബായ ഇടുമ്പോൾ ചിലപ്പോൾ കൈയൊക്കെ പൊന്തിക്കുമ്പോൾ കൈ കാണില്ല, അപ്പോൾ ഒരു ഹാൻഡ് സ്ലീവ് എടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ എനിക്ക് ഉംറയ്ക്ക് പോയപ്പം ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ബെൽറ്റ് ആട്ടോ ഇത് ശരിക്കും നമ്മൾ എക്സസൈസോ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന നമ്മളെ വേസ്റ്റിൽ കെട്ടുന്ന ഒരു ബെൽറ്റാണ്, നമ്മുടെ ഫോൺ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് ഫോണ് വെച്ചിട്ട് നമ്മളിതിൻ്റെ മേലെ നമ്മുടെ അബായ ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഫോണൊക്കെ നല്ല സെക്യൂർ ആയിട്ടിരിക്കും. നമ്മൾ ഫോണിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ വേറെ ബാഗോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഫോൺ എന്തായാലും നമുക്ക് എടുത്തേ പറ്റുള്ളൂ, കാരണം നമ്മൾ ലേഡീസ് വേറെ ആണുങ്ങൾ വേറെ സെക്ഷൻ ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഫോൺ വേണം. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫോൺ അവിടെ സെക്യൂറായി നിൽക്കും ചെയ്യും. നമുക്കങ്ങനെ ബാഗോ കാര്യങ്ങളൊന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി ഞാൻ മോളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ കുറേ ബാഗും കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഞങ്ങളുടെ രണ്ടാളുടെ ഓൾമോസ്റ്റ് എല്ലാ പാക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഇക്കാൻ്റെതുള്ളത്. അപ്പം ഇക്കാൻ്റെതെന്ന് പറയുമ്പം ഇഹ്റാമാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ കുറച്ച് കന്തോറയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തലേന്ന് തന്നെ അയൺ ചെയ്ത് ഇങ്ങനെ സിപ്പ് ലോക്ക് ബാഗിൽ ഇങ്ങനെ ഓരോ പെയറാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഇഹ്റാമും ഇങ്ങനെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് ഇങ്ങനെ ഓരോ പാക്കറ്റ് ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും പിന്നെ അതിലേക്ക് വേറെ അഴുക്കോ കാര്യങ്ങളൊന്നും ആവാതിരിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടത് ഒരു വേസ്റ്റ് ബെൽറ്റാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ബെൽറ്റാട്ടോ നമ്മൾ വാങ്ങിച്ചത്. അത്യാവശ്യം ഫോൺ ഹോൾഡ് ചെയ്യാനും ക്യാഷ് കാർഡ് അതൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെൽറ്റായിരുന്നു.
അപ്പോൾ ഇതിന് 10 ദിറംസോ അങ്ങനെ എന്തോ വരുന്നുള്ളൂ കേട്ടോ. നമ്മളവിടെ ഹംദാൻ സ്ട്രീറ്റിലുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ എക്സ്ട്രാ ഒരു മുസല്ല എടുക്കുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് പള്ളിയിലൊക്കെ പോകുമ്പം ചിലപ്പോൾ നമുക്ക് മുസല്ല വേണ്ടി വരും. കാരണം നമുക്ക് ചില സമയത്തൊന്നും നമുക്ക് സ്ഥലം കിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മുസല്ല തന്നെ വെച്ചിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. പിന്നെ വേണ്ടത് ഇങ്ങനെ ഒരു ഡ്രോ സ്ട്രിങ് ബാഗ് ഉള്ളത് നന്നായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ ചെരുപ്പൊക്കെ നമുക്ക് അതിലിട്ടിട്ട് നമ്മുടെ കൂടെ തന്നെ വെക്കാൻ പറ്റും. കാരണം നമ്മൾ ചെരുപ്പ് പുറത്തിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ചിലപ്പോൾ കിട്ടില്ല. പിന്നെ നമുക്കത് തപ്പിയെടുക്കാനും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബാഗ് ക്യാരി ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഒന്ന് ഇക്കാക്കും ഒന്ന് എനിക്കും എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മദീനത്തൊക്കെ നമ്മൾ 2 ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വേറെ സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ 2 ബാഗ് ആവശ്യം വരും. നമ്മളൊരു ക്യാരി ബാഗും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മോളെയും കൊണ്ടൊക്കെ ഉംറ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അത്യാവശ്യമായിട്ട് തോന്നി. കാരണം നമുക്ക് ഒരുപാട് നേരമൊന്നും മക്കളെ എടുത്ത് നടക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരി ബാഗും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അതിലിരുത്തിയിട്ട് നമുക്ക് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഈ ഒരു സാധനങ്ങളും കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ കഴിയും. പിന്നെ ഇതാ ഈ ഒരു കെറ്റിലും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കെറ്റിലിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഒരു മീഷോ ഹാളിൽ. അപ്പം നമുക്ക് മോൾക്ക് ചോറോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കെറ്റിലും എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് ഒരു 2-3 ലോണ്ട്രി ബാഗും എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്തായാലും നമുക്ക് ഒരുപാട് വാഷ് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ഈ ഒരു ബാഗിലാക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ഇടാത്ത ഡ്രസ്സും ഇട്ട ഡ്രസ്സും എല്ലാം മിക്സായി പോകത്തുമില്ല. പിന്നെ ഇതൊരു മാഗ്നറ്റിക് പിന്നാണ്, നമുക്ക് ഹിജാബ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ക്രോസാന്തും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇൻ കേസ് നമുക്ക് എപ്പോഴും ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഫിഷിന് നമ്മൾ പോകണ അന്ന് തന്നെ നമ്മുടെ നാത്തൂറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 8 ദിവസമൊന്നും ആളില്ലാതെ അതിന് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ നാത്തൂറിനെ ഏൽപ്പിച്ചിട്ടായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഈ ഒരു വീഡിയോ ഇടുമ്പോഴേക്കും നമ്മൾ ഉംറയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ എല്ലാം നല്ല റാഹത്തായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.